ഹലോ, എല്ലാവർക്കും പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ സമയം രാത്രിയായിട്ടാ. രാത്രി എന്ന് പറയണത് ഒരു 8 മണി ആ ടൈമായി. ഞാൻ നാളത്തേക്ക് ഈ കോളിഫ്ലവർ നന്നാക്കി വെക്കാനായിട്ട് പോവായിരുന്നു. ഇല്ലെങ്കിൽ രാവിലെ പാടാണ്, ഇത് നന്നാക്കിയൊക്കെ വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് രാവിലത്തേക്ക് ഒരു എളുപ്പപ്പണി രാത്രി തന്നെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഓർത്തു. ഞാൻ എങ്ങനെയാണ് കോളിഫ്ലവർ നന്നാക്കി അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുന്നതെന്നുള്ളത് നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ, അറിയാവുന്നവർ കാണണമെന്നില്ല. ഓരോരുത്തരും ഓരോരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇത് എൻ്റെ രീതിയാണ്, ഞാനിങ്ങനെയാണ് സ്ഥിരം ചെയ്യാറുള്ളത്. കോളിഫ്ലവർ എപ്പോൾ മേടിച്ചോ അപ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ ഇപ്പോൾ ഞാൻ കോളിഫ്ലവർ ആ തണ്ടിയിൽ നിന്നൊക്കെ കത്തി കൊണ്ടൊന്ന് വിടിയിപ്പിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ചിങ്ങനെ എടുത്തേക്കാണിത്. വേസ്റ്റ് സാധനമൊക്കെ ഞാൻ കളഞ്ഞു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല പോലത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ കളഞ്ഞു. ഞാൻ കോളിഫ്ലവർ നന്നാക്കാനായിട്ട് പോയിരിക്കണേക്ക് മുമ്പ് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് പോയത് അടുപ്പിൽ. വെള്ളം മാത്രമല്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചായിരുന്നു. ഇതാ ഇപ്പോഴാണ് ഓഫ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളപ്പിക്കുക, നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കോളിഫ്ലവർ ഇടുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ തിളച്ച ആ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട ആ വെള്ളത്തിലോട്ട് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലാതെ തീ ഓണാക്കി വെച്ചിട്ടിങ്ങനെ തിളപ്പിക്കുകയൊന്നും വേണ്ട. ആ തിളച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിൽ ഇപ്പം മരുന്നടിച്ചിട്ട് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ, എന്തായാലും ഓൾറെഡി നമുക്കറിയാമല്ലോ മരുന്നൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് കോളിഫ്ലവർ പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ബി കെയർഫുൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് സ്ഥിരം. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, കൈലി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച വെള്ളമാണല്ലോ, അപ്പോൾ കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ആവും. ഇങ്ങനെ മുങ്ങിക്കിടക്കണം, നമ്മുടെ കോളിഫ്ലവർ മുങ്ങിക്കിടക്കണ പാകത്തിന് മതി വെള്ളം. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമുക്ക് കഴുകി വാരി എടുക്കണം. ഇതുപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വേറൊരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാത്രി ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ കോളിഫ്ലവർ രാവിലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ രാത്രി ഞാൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, എന്തായിരുന്നു അത്, ഇത് നന്നായിട്ട് അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നമുക്ക് അടച്ചുറപ്പായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അല്ലാണ്ട് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് പോകരുതാരും. അപ്പോൾ ഓക്കെ ബൈ.